ഇന്നത്തെ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെന്റ്സ്. ആദ്യമേ തന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ഡെഫിനേഷൻ തന്നിട്ട് പോവാം. ഇറാൻ അമേരിക്ക ചർച്ച ഒമാനിൽ തുടരുകയാണ്. രാവിലെ 10:30 തുടങ്ങേണ്ട ചർച്ച കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഇറാന്റെ ഡെലിഗേറ്റ്സ് വരാൻ കുറച്ച് താമസിച്ചു. അതിനെ തുടർന്ന് ചർച്ച ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഖത്തർ, തുർക്കി, ഈജിപ്ത് 3 രാജ്യങ്ങളും നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിനെ തടയാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അമേരിക്കയുടെ സൈഡിൽ നിന്നും ഇറാന്റെ ഉള്ളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ്. ശരിക്കും യുദ്ധകാലത്ത് എങ്ങനെയാണോ മുന്നറിയിപ്പ് കൊടുക്കുന്നത് അതേ മാതൃകയിലാണ് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അബ്ബാസ് അരക്ഷിയാണെന്നുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പേ മ്യൂച്വൽ റെസ്പെക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങളുടെ ഇറാന്റേതായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും വിട്ടുവീഴ്ച ഞങ്ങൾ ചെയ്യില്ല. ഇറാന്റെ സോവറിനിറ്റിയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനങ്ങൾക്കും ഇറാൻ വഴങ്ങില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ചർച്ചയ്ക്ക്. ഏതാണ്ട് ഒരു 100% ഈ ചർച്ച പരാജയപ്പെടുമെന്ന് തന്നെയാണ് മൊത്തത്തിൽ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക ഇറാന്റെ ഉള്ളിലുള്ള ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്, അതായത് ഒരുപക്ഷെ ഇറാൻ ഗവൺമെന്റ് IRGC ഭരണകൂടം നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ റദ്ദാക്കിയേക്കാം, അതേപോലെ സെക്യൂരിറ്റി മെഷേഴ്സ് ടൈറ്റൻ ചെയ്തേക്കാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ യുദ്ധത്തിലേക്കുള്ള ഒരു മുന്നോട്ട് പോക്കാണ് എന്ന് കരുതിക്കൊണ്ട് പൊതുജനങ്ങൾ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് കരുതേണ്ടതുണ്ട്, മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. മാക്സിമം ഭക്ഷണ സാധനങ്ങൾ വീട്ടിൽ കരുതുക, പരമാവധി ഗവൺമെന്റ് ഓഫീസേഴ്സ്, ഗവൺമെന്റ് ബിൽഡിങ്ങുകളുടെ അടുത്തൊക്കെയുള്ള താമസം ഒഴിവാക്കുക, ബങ്കറുകളിൽ സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരത്തിൽ ബങ്കറുകളിലേക്ക് പോവുക. മെയിൻറ്റെയിൻ യുവർ കമ്മ്യൂണിക്കേഷൻ, അതായത് ബന്ധുക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തുടർച്ചയായിട്ട് നടത്തുക. സ്റ്റേ സേഫ്. ഇറാന്റെ ഉള്ളിൽ താമസിക്കുന്നെങ്കിൽ സേഫ് ആയിട്ട് താമസിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ രാജ്യം വിട്ട് പുറത്തു വരിക. അതേപോലെ അമേരിക്കൻ പൗരന്മാർ ആരെങ്കിലും ഇറാന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് ഇറാൻ വിട്ട് പോവേണ്ടതാണ്. ഇതാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം കരുതേണ്ടത് എന്താണെന്ന് പറഞ്ഞാല് ഒരു എമർജൻസി അറ്റാക്ക്, അതായത് ചർച്ച പാളിയാൽ അടി ഉറപ്പാണ്. അത് ഒരു പക്ഷേ ഇന്ന് രാത്രി അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ. അതാണ് മെയിൻ ആയിട്ട് അമേരിക്ക പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ തന്നെ, ഈ ഒരു അഡ്വൈസ് തന്നെ ഇത് യുദ്ധകാലത്ത് കൊടുക്കുന്ന ഒരു അഡ്വൈസ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. ഇതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്ന മാപ്പിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ലൊക്കേഷനാണ് അബ്രഹാം ലിങ്കൻ. അതിന്റെ തൊട്ടിപ്പുറത്ത് ഇറാന്റെ ഡ്രോൺ എവിടെയാണോ അമേരിക്ക അടിച്ചു വീഴ്ത്തിയത് ആ ലൊക്കേഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എവിടെയൊക്കെ വാർഷിപ്പുകൾ കിടക്കുന്നുണ്ട്. അൽ-ഉദൈദ് എയർബേസിൽ സെൻകോം കൺട്രോൾ ചെയ്യുന്ന അൽ-ഉദൈദ് എയർബേസ് ഫുള്ളി ലോഡഡ് ആണ്. ആ രീതിയിലാണ് ഇപ്പം കാര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് അമേരിക്കയിലെ ട്രഷറി സെക്രട്ടറി, ഫൈനാൻഷ്യൽ മിനിസ്റ്റർ സ്കോട്ട് ബെസന്റ്, പുള്ളിക്കാരൻ എന്നൊരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറയുന്നത് ഇറാനെ ഞങ്ങൾ എങ്ങനെയാണ് കൊലാപ്സ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഡോളറിന്റെ മൂല്യം ഉയർത്തിക്കൊണ്ട് ഇറാന്റെ കറൻസിയെ ഡീവാലുവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മെഷേഴ്സ് ആണ് ഞങ്ങൾ എടുത്തത്. അപ്പൊ അതുകൊണ്ടാണ് ബേസിക്കലി ഇറാന്റെ ഉള്ളിൽ പ്രതിഷേധം തുടങ്ങിയത് എന്നുള്ളത് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡോളറിനെ വെപ്പണൈസ് ചെയ്തുകൊണ്ടാണ് ഇറാന്റെ ഉള്ളിൽ പ്രതിഷേധം തുടങ്ങാനുള്ള സാഹചര്യത്തിന് അമേരിക്ക വഴിയൊരുക്കിയത് എന്നാണ് സ്കോട്ട് ബെസന്റ് ഇന്ന് തുറന്നു പറയുന്നത്. ഒരു ഡോളറിനെതിരെ ഇറാനിയൻ റിയാൽ ഏതാണ്ട് 11 ലക്ഷമാണ്. അതുപോലെ ഒരു യൂറോക്കെതിരെ ഇറാനിയൻ റിയാൽ 13 ലക്ഷമാണ്. ഇതാണ് കറൻസി നിരക്ക്. ഇതുകൊണ്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞാല് തുച്ഛമായ ഡോളറോ യൂറോയോ കൊണ്ട് ബാങ്കിൽ എത്തുന്ന ആൾക്കാർക്ക് അത് ശരിക്കും കൺവേർട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നില്ല. കാരണം ആ തുകകൾ ആ ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കാലിയാവുകയാണ്. അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് തടയാൻ വേണ്ടിയിട്ട് പല ബാങ്കുകളും പല ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളും പല മണി എക്സ്ചേഞ്ചുകളും പൂട്ടിപ്പോയി. ഇത് ഇങ്ങനെ പൂട്ടിപ്പോയ സാഹചര്യത്തിലാണ് ആ രാജ്യത്തിനുള്ളിലുള്ള ഒരു അൺസർട്ടനിറ്റി, ഫൈനാൻഷ്യൽ അൺസർട്ടനിറ്റി പൊതുജനങ്ങൾക്ക് മനസ്സിലാവുകയും അതിനെ തുടർന്നാണ് പ്രതിഷേധം അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത്. ഇതാണ് പ്രധാന കാരണം. അതുപോലെ ട്രംപ് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. ആ ട്വീറ്റില് ഇപ്പോഴും അമേരിക്കയെ പ്രശംസിച്ചുകൊണ്ട് അമേരിക്ക ഒരു വൻ ശക്തിയാണ്, അമേരിക്ക ഒരു ഗ്ലോബൽ പവറാണ്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഞാൻ നിർത്തി, ഇസ്രായേൽ ഇറാൻ യുദ്ധം ഞാൻ നിർത്തി, അതുപോലെ റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതായത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സൈഡിൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കോപ്പ് കൂട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു സൈഡിൽ ഇത്തരത്തിലുള്ള ട്വീറ്റ് ട്രംപിന്റെ സൈഡിൽ നിന്ന് വരുന്നത്. അതിനെ തുടർന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിനിസോട്ടയിൽ, അമേരിക്കയിൽ തന്നെ മിനിസോട്ടയിൽ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ ICEക്കെതിരെ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എമിഗ്രന്റുകളെ പിടിക്കാനുള്ള ICEയുടെ വാഹനങ്ങൾ പോകുമ്പോഴത്തേക്കും അതിലേക്ക് കല്ലെടുത്തെറിയുന്ന മിനിസോട്ട വിദ്യാർത്ഥികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ മിനിസോട്ടയിൽ വല്ലാത്ത രീതിയിൽ മാറിയിരിക്കുകയാണ് അന്തരീക്ഷം. അതുപോലെ ലാസ് വേഗാസില് ഒരു കെമിക്കൽ ലാബ്, കെമിസ്ട്രി ലാബാണ്. ആ ലാബ് പരിശോധിച്ച സമയത്ത് അവിടെ നിന്നും കുറെ ബയോവാറിന് വേണ്ടിയിട്ടുള്ള, അതായത് കൊറോണ റീക്രിയേറ്റ് ചെയ്യാനും ഇതുവരെ മൺമറഞ്ഞു പോയിട്ടുള്ള പല അസുഖങ്ങളെയും റീക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിസർച്ച് അവിടെ നടന്നതായിട്ടും ആ റിസർച്ച് ചെയ്ത ആൾക്കാരെയൊക്കെ പിടികൂടിയതായിട്ടും അവരെല്ലാം തന്നെ ചൈനീസ് റിസർച്ച് ലബോറട്ടറിയുമായിട്ട് ലിങ്ക് ഉള്ളതായിട്ടൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെ തുടർന്ന് ചൈനയ്ക്കെതിരെ വലിയ ആരോപണമായിട്ട് വന്നിരിക്കുകയാണ് അമേരിക്ക. അതായത് ഇന്നലെയാണ് ഡൊണാൾഡ് ട്രംപും ഷീ ജിൻപിങ്ങും സംസാരിച്ചിട്ട് നവംബർ മാസം വരെ
ഇതേ താരിഫ് നിലയും ഇതേ രീതിയിലുള്ള റെയർ എർത്ത് എലമെന്റ്സ് എക്സ്പോർട്ടും തുടരാം എന്നുള്ള തീരുമാനമായത്. പക്ഷെ ഇതാ വീണ്ടും ഇതാ പ്രശ്നം ഇപ്പോൾ ഉടനെ തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ അമേരിക്കയിൽ ഓസ്മിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഇത് ഡയബറ്റിക് പേഷ്യൻസ് എടുക്കുന്ന ഇഞ്ചക്ഷൻ ആണ്. യൂറോപ്പ് ഈ ഇഞ്ചക്ഷന്റെ ബേസിക് മെഡിസിൻ വാങ്ങിച്ച് റീബ്രാൻഡ് ചെയ്ത് അതിനെ അമേരിക്കയിലേക്ക് വൻ തുകയ്ക്ക് കയറ്റി അയക്കുന്നു എന്നുള്ള ആരോപണം ട്രംപിനുണ്ടായിരുന്നു. അതായത് ഈ മരുന്നിന്റെ വില അമേരിക്കയിൽ $1000 പുറത്താണ്. പക്ഷെ അതേ മരുന്ന് ഓസ്ട്രേലിയയിൽ $100. പക്ഷെ അതേ മരുന്ന് ഇന്ത്യക്കുള്ളിൽ അതിനേക്കാൾ വളരെ ചീപ്പാണ്. സെയിം മെഡിസിൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രൈസ് ഡിഫറൻസ് വരുന്നത്, അതും ഇത്തരം ഹ്യൂജ് ഡിഫറൻസ് വരുന്നത് എന്നുള്ള വിഷയത്തിൽ ഇൻഷുറൻസ് കമ്പനികൾ കൺസേൺ രേഖപ്പെടുത്തി. അതിനെ തുടർന്ന് ഡൊണാൾഡ് ട്രംപ് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് അന്വേഷിച്ചു. അങ്ങനെ റിപ്പോർട്ട് കിട്ടി. അവസാനം ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ആ മരുന്നിന് അമേരിക്കയുടെ ഉള്ളിൽ $199 ആയിട്ട് കുറച്ചിരിക്കുകയാണ്. $1000 വിറ്റുകൊണ്ടിരുന്ന മരുന്ന് ഒറ്റ ദിവസം കൊണ്ട് $199 കൂപ്പ് കുത്തിയിരിക്കുകയാണ്. അപ്പൊ ആ കമ്പനിയുടെ അമേരിക്കയിലുള്ള സ്റ്റോക്കിന്റെ അവസ്ഥ, ആ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്ന ആൾക്കാരുടെ അവസ്ഥയൊക്കെ ഇപ്പൊ ഇതുവരെ ഉണ്ടാക്കിയ കൊള്ള ലാഭമെല്ലാം തന്നെ ഇപ്പം കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ്. ആ രീതിയിലേക്ക് ആക്കിയിരിക്കുകയാണ്. നല്ല തീരുമാനമാണ്. ശരിക്കും അവിടെ ഇനിയും ഒരുപാട് മരുന്നുകളെ കുറിച്ച് പഠനം നടത്താനും ആ മരുന്നുകളുടെ വില കുറയ്ക്കാനുമുള്ള തീരുമാനം എടുക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിൽ ആദ്യമായിട്ട് ടെസ്ല ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം, ടെസ്ല വാഹനം മാർക്കറ്റിൽ ഇറങ്ങിയതിനു ശേഷം വോക്സ് വാഗൻ എന്ന് പറഞ്ഞ യൂറോപ്യൻ വാഹനം ടെസ്ലയുടെ വിൽപ്പനയെ മറികടന്ന് മുന്നോട്ട് പോയിരിക്കുകയാണ്. വോക്സ് വാഗൻ അമേരിക്കയുടെ ഉള്ളിൽ. ടെസ്ല ശരിക്കും പറഞ്ഞാല് ഇലോൺ മസ്കിന്റെ പൊളിറ്റിക്കൽ എൻട്രി, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയോടൊപ്പമാണ് ഞാൻ എന്ന ആ ഒരു പ്രഖ്യാപനം ഇലക്ഷനിൽ ഉടനീളം ട്രംപിനെ സപ്പോർട്ട് ചെയ്ത് വിജയിച്ചു വന്ന സാഹചര്യത്തിൽ അപ്പൊ തൊട്ട് തന്നെ ടെസ്ലയുടെ വിൽപ്പന തകർച്ച നേരിടുന്നുണ്ടായിരുന്നു. പിന്നീട് യൂറോപ്പിനെതിരെ പലതവണയായിട്ട് സ്റ്റേറ്റ്മെന്റുകൾ പറയും. യൂറോപ്പിൽ നിന്നും സീറോ കാർബൺ എമിഷന്റെ ഭാഗമായിട്ട് പല കമ്പനികളും ബൾക്കായിട്ട് ടെസ്ല വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പല കമ്പനികളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫ്യൂച്ചർ വിൽപ്പനയെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം യൂറോപ്പിനെതിരെയുള്ള നിലപാട്. യൂറോപ്പില് AFD എന്ന് പറഞ്ഞ വലതുപക്ഷ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ജർമ്മനിയിൽ AFD എന്ന് പറഞ്ഞ വലതുപക്ഷ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ ഇലോൺ മസ്ക് പിന്തുണച്ചിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ പാർട്ടി പരാജയപ്പെട്ടു. അവരിപ്പോ ഓപ്പോസിറ്റ് പാർട്ടിയാണ്. ഇലോൺ മസ്ക് ആരെയാണോ എതിർത്തിരുന്നത് ആ പാർട്ടിയാണ് ഇപ്പൊ ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് ടെസ്ല വാഹനങ്ങൾ പിന്നീട് അവിടെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നും കിട്ടിയ തിരിച്ചടി. പിന്നെ ഏഷ്യൻ സൈഡിലാണെങ്കിൽ പ്രൈസ് ഒരു വലിയ ചാലഞ്ചാണ് ഈ ടെസ്ല വാഹനത്തിന്. പിന്നെ കമ്പനി പുതുതായിട്ട് അപ്ഡേഷൻസ് ഒന്നും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങനെ പല കാരണങ്ങളാൽ ടെസ്ല മാർക്കറ്റിൽ കുറച്ച് ക്ഷീണം നേരിടുന്നു എന്നുള്ളതാണ് വസ്തുത. ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങിയാൽ ഉക്രൈന്റെ ഫോക്കസ് നഷ്ടപ്പെടും. റഷ്യക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. റഷ്യ ഉക്രൈൻ ബോർഡർ ഏരിയയിൽ സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ് ആന്റനാസ് കുറെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഇപ്പം സെലൻസ്കി രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ നിങ്ങൾ ഫ്രീ ആയിട്ട് വാങ്ങിച്ച് ഇങ്ങനെ വെച്ച് ഉപയോഗിക്കരുത്, ഇത് രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം സ്റ്റാർലിങ്ക് ഡയറക്റ്റ് ആയിട്ട് സാറ്റലൈറ്റിൽ നിന്നാണല്ലോ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ അത് രാജ്യവുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ ഇവിടെ രാജ്യത്തിനുള്ളിൽ നടത്തണം എന്നാണ് ഇപ്പം സെലൻസ്കി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്റ്റാർലിങ്കിന്റെ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഉക്രൈന്റെ ഉള്ളിൽ ഉക്രൈനിയൻസ് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്റ്റാർലിങ്കിന്റെ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് റഷ്യ ആക്രമണം നടത്താനുള്ള ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ടാർഗറ്റ് ചെയ്ത് ഉക്രൈന്റെ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉക്രൈനെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു വാദമാണ് സെലൻസ്കിക്കുള്ളത്. അതായത് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഇന്റർനെറ്റ് കണക്ഷൻസ് എല്ലാം തന്നെ സീസ് ചെയ്യും. പ്രത്യേകിച്ച് സ്റ്റാർലിങ്കിന്റെ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സീസ് ചെയ്യും എന്നാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. ഇത് സീസ് ചെയ്തെടുത്തിട്ടെങ്കിലും റഷ്യക്കെതിരെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാൻ സെലൻസ്കിക്ക് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അതിനെ തുടർന്ന് UAE വെച്ചിട്ട് റഷ്യയുടെ പ്രതിനിധികളും ഉക്രൈൻ പ്രതിനിധികളും തുടരെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു ഡെവലപ്മെന്റും ആയിട്ടില്ല. റഷ്യ ആണെങ്കിൽ ഡോൺബോസ് റീജിയനിൽ ഒരു ചെറിയ അളവ് പോലും വിട്ടുകൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇതിനു മുമ്പ് കുറച്ച് ഏരിയ ബഫർ സോൺ ആയിട്ട് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബഫർ സോൺ പോലും ഇപ്പൊ വിട്ടുതരില്ല എന്നാണ് റഷ്യ പറയുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സെലൻസ്കി വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥലം വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഒരു രാജ്യത്തിന്റെ നേതാവ് ഓപ്പൺ ആയിട്ട് എന്റെ സ്ഥലം എടുത്തോ എന്ന് പറയില്ല. ആരെങ്കിലൊക്കെ ഇടപെട്ട് ശക്തമായിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു തീരുമാനം കൊണ്ടുവന്നാൽ മാത്രമേ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ തുടരും. അൻറ്റിൽ സെലൻസ്കി പൊസിഷനിൽ തുടരുന്നത് വരെ ഇതിങ്ങനെ തന്നെ തുടരും. സെലൻസ്കി പൊസിഷനിൽ നിന്ന് മാറിയാൽ മാത്രമാണ് റഷ്യ ഉക്രൈൻ വിഷയത്തിൽ യുദ്ധം അവസാനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഇലക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മൈനോറിറ്റികളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആക്രമണങ്ങൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഫരീദാപൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു അമ്പലം അടിച്ചു നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണം അവിടെ തുടരുന്നുണ്ട്. ഇന്ത്യയുടെ അപ്കമിംഗ് AMCA ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിൽ നിന്നും HALനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അത് HALന് ഇപ്പം നിങ്ങൾ ഉള്ള പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ഇനി AMCA പ്രോജക്റ്റിൽ HAL വേണ്ട എന്നാണ് DRDOയുടെ തീരുമാനം. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തിരുന്ന തീരുമാനങ്ങളെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ തുടക്കത്തിന് വഴിയൊരുക്കുകയാണ് സെൻട്രൽ ഗവൺമെന്റ്, അതേപോലെ തന്നെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രി.
അതായത് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, ടാർസൺ ആൻഡ് ടോബ്രോ, അതുപോലെ ഭാരത് ഫോർജ്, ഈ 3 കമ്പനികളെയും 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റിന്റെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. ഈ 3 പേരിൽ ആരെയാണ് ലീഡിംഗ് റോളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയില്ല. ഈ 3 കമ്പനികളിൽ ഒരു കമ്പനി ലീഡിംഗ് റോൾ വഹിക്കും. അത് മിക്കവാറും ടാറ്റ ആവാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. ഇത് നമ്മൾ പണ്ടേ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഈ HALനെ കുറച്ച് മാറ്റി നിർത്തുന്നത് വളരെ അനിവാര്യമാണ്. അവർ ഇച്ചിരി പഠിക്കേണ്ടതുണ്ട്. കാരണം എത്ര വർഷം കൊണ്ടാണ് ഇവരുടെ കയ്യിൽ പ്രോജക്ട് കൊടുത്തിരിക്കുന്നത്. വേറെ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റ് കൊടുത്തേനെ. ഒരു കാര്യത്തിലും ആക്റ്റീവായിട്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. എത്ര പ്രോജക്റ്റുകളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ മോദിയുടെ മലേഷ്യ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡോർണിയർ എയർക്രാഫ്റ്റിന്റെ ഡീലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. മലേഷ്യ നമ്മുടെ അടുത്ത് നിന്ന് ഡോർണിയർ എയർക്രാഫ്റ്റ് വാങ്ങിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇനി അതിന്റെ കൺഫേം ആയിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. പ്രൈമറി ലെവൽ ടോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രൊപ്പഗണ്ട തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇന്തോനേഷ്യ ഞങ്ങളുടെ അടുത്ത് നിന്ന് J7 ഫൈറ്റർ ജെറ്റ് വാങ്ങിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പാകിസ്ഥാന് തിരിച്ചടിയാവുന്ന തരത്തിൽ ഇന്തോനേഷ്യ ഇറ്റലിയിൽ നിന്നും ലിയാനാർഡോ M346F എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റിന് വേണ്ടിയിട്ടുള്ള ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ലെറ്റർ ഓഫ് ഇന്റന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ JF-17 ഇന്തോനേഷ്യ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പത്രപ്രസ്താവനയൊക്കെ ഇറക്കി പാകിസ്ഥാൻ അങ്ങ് ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മളിതിനെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത്ര തുടരെ എവറി ഡേ ഇവർക്ക് ഫൈറ്റർ ജെറ്റ് ഡീലാ. സൗദി വാങ്ങുന്നു, ഇന്തോനേഷ്യ വാങ്ങുന്നു, ബംഗ്ലാദേശ് വാങ്ങുന്നു. തുരുതരാൻ കഴിച്ചിറക്കിയതാണ്. ഇതാ പൊട്ടി പാളിസായി കിടക്കാണ്. അവിടെ ബലൂചിസ്ഥാനികൾക്ക് മേളിൽ 2 ബോംബിടാൻ കഴിയുന്നില്ല ഇവർക്ക്. എന്നിട്ടാണ് ഇവന്മാർ ഫൈറ്റർ ജെറ്റ് വിൽക്കാൻ വേണ്ടി നടക്കുന്നത്. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.